ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഈ പ്ലേറ്റ് കൂടെ കഴിക്കാൻ പോവാം. ഗോതമ്പിന്റെ തവിട് കൊണ്ടുണ്ടാക്കിയ പ്ലേറ്റ്. ശരിക്കും പറഞ്ഞാൽ ചമ്മന്തി കൂടെ കൂട്ടി കഴിക്കണം കേട്ടോ, എനിക്ക് അതിൻ്റെ ഒരു രസം വരുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഊർന്നൊന്നും പോവില്ല, 1 മണിക്കൂർ വരെ ഇങ്ങനെ നിൽക്കുമെന്നുള്ളതാണ്. ഞങ്ങൾ ഏകദേശം മെഷീൻ വന്നിട്ട് തന്നെ ഏകദേശം 1 വർഷം എടുത്തു ഇതിന്റെ കറക്റ്റ് പാരാമീറ്റർ കണ്ടുപിടിക്കാൻ. എന്ന് പറഞ്ഞാൽ 1 ഗ്രാം കൂടുകയോ കുറയുകയോ ചെയ്താൽ പ്ലേറ്റ് ഉണ്ടാവില്ല. സത്യത്തിൽ ഉണ്ടല്ലോ, ഞാൻ ഈ ഫുഡിൻ്റെ വ്ളോഗ് തുടങ്ങിയൊന്നുമല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. പക്ഷേ ഷൂട്ടിന് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടി വന്നു. പക്ഷെ നല്ല കാര്യമാണ്. അതല്ല കാര്യം, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഈ പ്ലേറ്റ് കൂടെ കഴിക്കാൻ പോവാം. ചമ്മന്തി മുക്കിയിട്ട് കുറച്ച് കട്ടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ അധിക സമയം നമ്മൾ ഈ പ്ലേറ്റിൽ ആഹാരമൊക്കെ വെച്ച് സൈഡിലൊക്കെ ആയാൽ പ്ലേറ്റ് കഴിക്കാനുള്ള സുഖം കൂടുതൽ കിട്ടുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ കഴിക്കുന്നതിനേക്കാളും ഇങ്ങനെ പൊടിച്ചിട്ട് ചമ്മന്തിയും കൂട്ടി അത് കഴിക്കുന്നതാണ് ടേസ്റ്റ്. ഇത് കഴിക്കാൻ പാകത്തിന് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിക്കണേ? ഗോതമ്പിന്റെ തവിട് കൊണ്ടുണ്ടാക്കിയ പ്ലേറ്റ്. ഗോതമ്പ് തവിടെന്ന് വെച്ചാൽ അവസാനം വരുന്ന ഗോതമ്പ് മാതിരിയുള്ള ഗോതമ്പിന് ഉമിയില്ല, തവിടെന്ന് അതിന് പറയാം. നമ്മള് ഈ ആട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഗോതമ്പ് പൊടിക്കുമ്പോൾ ഏകദേശം ഒരു കിലോയില് 200 ഗ്രാമോളം തവിടുണ്ടാവും. ആ തവിടാണ് ശരിക്കും നമ്മൾ കഴിക്കേണ്ട സാധനം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്ന തവിട് മാറ്റി വെച്ചിട്ടാണ് നമ്മളിത് ഈ ആട്ടയൊക്കെ ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചമ്മന്തി കൂടെ കൂട്ടി കഴിക്കണം കേട്ടോ, എനിക്ക് അതിൻ്റെ ഒരു രസം വരുള്ളൂ. ഷൂട്ടിന് വേണ്ടി ഉണ്ടാക്കിയാണെങ്കിലും ഭക്ഷണം കൊള്ളാം കേട്ടോ, ചമ്മന്തിയൊക്കെ നന്നായിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ വിചാരിക്കും ഇത് ഇങ്ങനെ കഴിക്കാനുള്ള പ്ലേറ്റ് ആയതുകൊണ്ട് വെള്ളം ഒഴിച്ചാലൊക്കെ ഭയങ്കരമായിട്ട് അലിഞ്ഞു പോകുമെന്ന്. അങ്ങനെയല്ല, വെള്ളം ഒഴിച്ച് കഴിച്ചാലും കുറേ സമയം നമുക്ക് അതിനകത്ത് നിൽക്കും. കുറേ സമയം കഴിഞ്ഞിട്ടേ ഇത് ശരിക്കും അലിഞ്ഞു പോവുള്ളൂ. 1 മണിക്കൂർ 1 മണിക്കൂർ നിൽക്കുമല്ലേ വെള്ളം നിൽക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഊർന്നൊന്നും പോവില്ല, 1 മണിക്കൂർ വരെ ഇങ്ങനെ നിൽക്കുമെന്നുള്ളതാണ്. ഇതിൻ്റെ ഗുട്ടൻസ് ഞാൻ പറഞ്ഞുതരും, ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാം. ഞാൻ കുറേയൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡ് ബ്രേക്ക്. ശരിക്കും ഈ പ്ലേറ്റ് ഇല്ലെങ്കിൽ കഴിക്കാൻ പറ്റുന്ന പ്ലേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് വന്നത് എങ്ങനെയാണ്? ഇത് ശരിക്കും ഞങ്ങൾ രണ്ടുപേരും ഞാൻ ജോലിയുടെ ഭാഗമായിട്ട് മൗറീഷ്യസ് എന്ന് പറയുന്ന രാജ്യത്തായിരുന്നു. രണ്ടുപേരും ഫാമിലിയോട് ഞങ്ങൾ ഫാമിലിയായിട്ട് അവിടെയായിരുന്നു. ഞങ്ങൾ മൗറീഷ്യസിൽ ഞാനൊരു ഇൻഷുറൻസ് കമ്പനിയുടെ CEO ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് തിരിച്ചു വരാം എന്നുള്ളൊരു ആഗ്രഹമായപ്പോഴത്തേക്കും ഒരു യാത്രയുടെ ഇടയിലാണ് ഈ ഒരു പ്ലേറ്റ് ദുബായിൽ വെച്ച് കാണുന്നത്. അപ്പോൾ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഈ കൺസെപ്റ്റ്.